അതുപോലെ നമ്മൾ ഈ പാക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മുടിക്ക് തന്നെ നാച്ചുറൽ ആയിട്ടുള്ള കളർ കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. പെട്ടെന്നൊന്നും നരക്കില്ല മുടി. നരച്ച മുടിയാണെങ്കിലും ബ്ലാക്ക് ആയിക്കൊണ്ടിരിക്കും. നമസ്തേ, ഞാൻ ശ്രീരേഖ. രേഖ മേനോൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. ഇനിയും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നലെ നമ്മളൊരു 4 ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഒരു മാസ്ക്, അടിപൊളി മാസ്ക് അല്ലേ, അത് പരിചയപ്പെടുത്തി തന്നല്ലോ. അപ്പോൾ അത് അപ്ലൈ ചെയ്യുന്നത് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചെറിയ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം ഇതാണ് കേട്ടോ, അത് കഴുകി കളഞ്ഞതിന് ശേഷമുള്ള മുടി ഉണ്ടോ. നല്ല അടിപൊളി പാക്കാണ്, നല്ല നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും കണ്ടോ. ബ്ലാക്കും ഉണ്ട്. അപ്പം ഇത് ഈ ഫ്ലാക്സീഡ് ഇനി പൊടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ വേണമെങ്കിൽ ജെല്ലായിട്ട് എടുക്കാം കേട്ടോ. ജെല്ലായിട്ട് എടുത്തിട്ട് നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് തേക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഈ ജെല്ല് ടൈപ്പ് ആയതുകൊണ്ട് ചിലപ്പോൾ ചിലവർക്ക് പൊടിച്ചു കഴിഞ്ഞാൽ പൊടിയായിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ പൊടിച്ചെടുത്ത് ഇനി ചിലപ്പോൾ ചിലവർക്ക് അത് ബുദ്ധിമുട്ടാണെങ്കിൽ ജെല്ലായിട്ട് എടുത്തിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഏതാണെങ്കിലും കുഴപ്പമില്ല, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതൊക്കെ നമ്മുടെ സൗകര്യം പോലെ നമുക്ക് ചെയ്യാം. പക്ഷെ അടിപൊളി ടിപ്സാണ് കേട്ടോ. ഹെയർ ഫോളൊക്കെ പെട്ടെന്ന് തന്നെ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും കേട്ടോ. അത് ഇതുപോലെ ഡെയിലി നിങ്ങളിങ്ങനെ എന്തെങ്കിലുമൊക്കെ പാക്കും കാര്യങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുടി നല്ല സോഫ്റ്റ് ആയിരിക്കും, ഹെൽത്തി ആയിരിക്കും. മുടിക്ക് യാതൊരു ഡാമേജും ഉണ്ടാവില്ല, സ്പ്ലിറ്റിൻ്റ് ഉണ്ടാവില്ല, ഡാൻഡ്രഫ് ഉണ്ടാവില്ല. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ചിലവർക്ക് സംശയം തോന്നാം, എന്തിനാ ഇങ്ങനെയൊക്കെ ജെല്ലും അതുപോലെ ഇങ്ങനെയൊക്കെ പാക്കും ഒക്കെ ഡെയിലി തേക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചിലവർക്ക് സംശയം ഉണ്ടാവാം. പക്ഷെ മിക്കവാറും സമയം കിട്ടുന്ന പോലെ നിങ്ങൾ മുടി ആഴ്ചയിൽ 2-3 ദിവസമെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യണം കേട്ടോ. ചിലവർ ഒരു ദിവസം പോലും ചെയ്യാത്തവരുണ്ടാവും, മുടി കെയറേ ചെയ്യുന്നുണ്ടാവില്ല. അവർ കുളിക്കാൻ നേരത്ത് കുറേ എണ്ണ തേച്ചിട്ട് കുളിച്ചിട്ട് പോരും, കുറച്ച് ഷാമ്പു ഒക്കെ തേക്കും. അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ മുടി പെട്ടെന്ന് തന്നെ അത് നശിച്ചു പോകും കേട്ടോ. അത് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ലായിരിക്കാം അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് കേട്ടോ. അപ്പം കഴിവതും നമ്മൾ മാക്സിമം ഇതുപോലെയുള്ള പാക്കും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ മുടി, നമ്മൾ ഏജ് ആകും തോറും നമ്മുടെ മുടി നല്ല ഹെൽത്ത് ആയിക്കൊണ്ടിരിക്കും ഇങ്ങനത്തെ പാക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേട്ടോ. അപ്പം സാധാരണ പറയില്ലേ, നമ്മൾ ഏജ് ആകുമ്പോൾ നമ്മളുടെ ശരീരത്തിലുള്ള പ്രോട്ടീനും വിറ്റാമിൻ ഇതെല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു പറയുമല്ലോ. അപ്പോൾ ആ സമയത്ത് സ്വാഭാവികമായിട്ട് മുടിയും കൊഴിഞ്ഞു പോകും, മുടി ഹെൽത്ത് ഇല്ലാണ്ടാവും അല്ലേ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നമുക്ക് ഏജ് വരുന്തോറും നമ്മൾ ഇതുപോലെ മുടിയിൽ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് വരുമ്പോഴത്തേക്കും യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും മുടിക്കുണ്ടാവില്ല കേട്ടോ. ഹെയർ ഫോളോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഇനി മുമ്പ് മുടിയുള്ളവർ ഇപ്പം മുടി പോയി ഒട്ടുമില്ല, കുറച്ച് മുടി ഇത്രയൊക്കെ ഉള്ളൂ, കെട്ടാൻ പോലും ഇല്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നവർ ഒട്ടും വിഷമിക്കണ്ട കേട്ടോ. നമ്മൾ ഈ പറയുന്ന ടിപ്സും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെതായ മാറ്റം 100% ഉണ്ടാവും കേട്ടോ. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തു വരുമ്പോഴത്തേക്കും ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മുടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ. നമ്മളെക്കാളും കൂടുതൽ ചിലപ്പോൾ മറ്റുള്ളവരായിരിക്കും ശ്രദ്ധിക്കുക, മറ്റുള്ളവരായിരിക്കും അഭിപ്രായങ്ങൾ പറയാമോ, മുടിയിൽ എന്താ തേക്കുന്നത്, മുടി നന്നായിരിക്കണ്ടല്ലോ, ഇപ്പോഴും മുടിയുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പല ചോദ്യങ്ങളൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ ആരൊക്കെ എന്തൊക്കെ ആയിക്കോട്ടെ, നമ്മൾ നമ്മളുടെ പാക്കും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുക. വൈകുന്നേരങ്ങളിൽ മുടി വിടുത്തുക, മുടി കെട്ടി വയ്ക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ മുടി ഭംഗിയായിട്ട് എത്ര ഏജ് ആണെങ്കിലും കൊണ്ടു നടക്കാൻ പറ്റും. അതുപോലെ നമ്മൾ ഈ പാക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മുടിക്ക് തന്നെ നാച്ചുറൽ ആയിട്ടുള്ള കളർ കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. പെട്ടെന്നൊന്നും നരക്കില്ല മുടി. നരച്ച മുടിയാണെങ്കിലും ബ്ലാക്ക് ആയിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ. ഈ പാക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴുള്ള ഗുണങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അടിപൊളി കോമ്പിനേഷനായ ഒരു മാസ്കാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. എക്സലൻറ്റ് കോമ്പിനേഷൻ എന്നൊക്കെ പറയും നമ്മൾ,
അത്രയ്ക്കും നല്ല സൂപ്പറാണ്. കാരണം മുടി നല്ല ഹെൽത്തി ആയിരിക്കും, ഫോളിക്കൽസ് ഹെൽത്തി ആയിരിക്കും, സ്കാൽപ്പ് ഹെൽത്തി ആയിരിക്കും. പിന്നെ ഡാൻഡ്രഫ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, മുടി കൊഴിച്ചിൽ നിൽക്കും. പിന്നെ കളറ് കിട്ടും, നാച്ചുറലായിട്ടുള്ള കളറ് കിട്ടും. പിന്നെ ഇത് ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് ചേർക്കുന്നത്. മുടി അതുപോലെ പ്രോട്ടീൻ കണ്ടൻസ് ഉള്ളതൊക്കെയാണ്, വിറ്റാമിൻ ഉള്ളതൊക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുടിക്ക് നല്ല മുടിയുടെ ടെക്സ്ചർ തന്നെ മാറി കിട്ടും. അത്രയ്ക്കും ഗുണമുള്ള സൂപ്പർ, നമ്മൾ ഒറ്റ പാക്കിൽ തന്നെ ഇത്രയും ഗുണങ്ങൾ നമുക്ക് മുടിയിൽ കാണാൻ പറ്റും കേട്ടോ. ഫോളിക്കൽസ് ഹെൽത്ത് ആവാ എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അർത്ഥം എന്താണ്? ധാരാളം മുടി, ഹെൽത്തി ആയിട്ടുള്ള മുടി വളരും എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ സൂപ്പർ പാക്കാണ്, നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസത്തെ പാക്കിൽ ഇത് നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റും കേട്ടോ. അപ്പോൾ ഹെയർ ചലഞ്ച് വേണമെന്ന് പറഞ്ഞിരുന്നു അല്ലേ? ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഞാൻ റെഡിയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ അത് ആവശ്യപ്പെടുമ്പോൾ നമുക്ക് ഒന്നിച്ച് ചെയ്യാമല്ലോ കേട്ടോ. ഈ പാക്കിന് ആവശ്യമായത് 3 ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. 3. ഒന്ന് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ നെല്ലിക്കപ്പൊടിയാണ് കേട്ടോ. നെല്ലിക്കപ്പൊടി, ആംല പൗഡർ, ആംല എന്ന് പറയും കേട്ടോ. ഇതാണ് നെല്ലിക്കപ്പൊടി. പിന്നെ 2 നമുക്ക് ആവശ്യം കോഫി പൗഡറാണ് കേട്ടോ. കോഫി പൗഡർ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഏത് കോഫി പൗഡർ ഉപയോഗിക്കാം. ഇവിടെ ബ്രൂ ഉള്ള കാരണം ഞാൻ ബ്രൂ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം, നമ്മുടെ കയ്യിൽ ഏതാണോ അത് ഉപയോഗിക്കാം. കൂടാതെ 2 വിറ്റാമിൻ ഇ ക്യാപ്സൂള് കേട്ടോ. വിറ്റാമിൻ ഇ ക്യാപ്സൂള് 2 എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇത് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഓയിൽ നമ്മൾ ഈ പാക്കിന് കൂടെ ഇടാം, നെല്ലിക്ക കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്കിത് കണ്ടിച്ചിട്ട് ഓയിൽ ഇതിൻ്റെ കൂടെ ഇടാം. മുടി ധാരാളം വരും കേട്ടോ, നന്നായിട്ട് മുടി വരും. എല്ലാം സ്കാൽപ്പും ഫോളിക്കൽസും എല്ലാം നമുക്ക് ഹെൽത്തി ആയിട്ട് കിട്ടുന്ന ഏറ്റവും വിറ്റാമിൻ ഉള്ള കണ്ടൻ്റാണ്. ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ 3 ഇൻഗ്രീഡിയൻസിനും കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇതിപ്പോൾ നമുക്ക് ഞാൻ അളവ് പറയാത്തത്, നമുക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണല്ലോ മുടിയുടെ വലിപ്പം ഒക്കെ. അപ്പോൾ നമുക്ക് എന്തോരം മുടി ഉണ്ടോ അത്രയും നമുക്ക് തലമുടിയിലും തലോട്ടിലൊക്കെ തേക്കാൻ പറ്റുന്നത്രയും എടുക്കാം കേട്ടോ. അത്ര എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 2 സ്പൂണാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വെള്ളം ചേർക്കാം കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് പേസ്റ്റ് ആക്കാം. നല്ലോണം ഇത് മിക്സ് ചെയ്യണം കേട്ടോ. കാരണം ഇതിൽ ഈ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ നമ്മൾ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതും ഈ പൗഡർ എല്ലാം കൂടി നന്നായിട്ട് ചേരണം കേട്ടോ. അതുകൊണ്ടിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറഞ്ഞത്. വിറ്റാമിൻ ഇ ക്യാപ്സൂളൊന്നും അധികം വിലയില്ല, അപ്പോൾ അതൊക്കെ ഒന്ന് സ്റ്റോക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. തലയ്ക്കൊക്കെ നല്ല ഈ ഇതാണല്ലോ, ആംലയാണല്ലോ. അപ്പോൾ തലയ്ക്ക് നല്ല തണുപ്പായിരിക്കും. നമുക്ക് ഈ ചൂടെടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, പുകച്ചിലെന്നൊക്കെ പറയില്ലേ, തലയ്ക്ക് നല്ല പുകച്ചിൽ തോന്നുന്നു, അങ്ങനെയൊക്കെ ഉള്ളവർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ മാസ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് തലമുടിയിൽ അങ്ങനത്തെ ഒരു പുകച്ചിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല തലയ്ക്കും കേട്ടോ. തലവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മാസ്ക്, ഹെയർ മാസ്ക് കേട്ടോ. സൂപ്പറാണ്, എക്സലൻ്റ് കോമ്പിനേഷനാണ്, ഇൻട്രസ്റ്റിംഗ് കോമ്പിനേഷനാണെന്നൊക്കെ പറയും നമ്മൾ കേട്ടോ. ഇങ്ങനെ ഈ പരുവത്തിൽ പേസ്റ്റ് പോലെ എടുക്കും. പേസ്റ്റ് പോലെ എടുത്തിട്ട് നമുക്കിത് ആദ്യം എന്ത് ചെയ്യണ്ടേ, സൈഡിലൊക്കെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. സൈഡിൽ
മുടിക്ക് തന്നെ നല്ല കളർ വരും കേട്ടോ. ഈ കോഫി പൗഡർ ചേർക്കുമ്പോൾ മുടിക്ക് നല്ല കളർ കിട്ടും. അത് കൂടാതെ ആംലയും കൂടി ഇട്ടുള്ളതാണല്ലോ. ആംലയും ഇതും കൂടി ചെല്ലുമ്പോൾ നല്ല കളർ കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ. അത്രയും പിന്നെ തലയ്ക്കൊക്കെ നല്ല തണുപ്പാണ്. നെല്ലിക്കത്തളം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് തലയ്ക്ക് തണുപ്പ് കിട്ടാനാണ്. അപ്പോൾ ഈ നെല്ലിക്കയുടെ ഇതും കൂടി ആകുമ്പോൾ നമുക്ക് നല്ല സുഖം കിട്ടും കേട്ടോ. ഉറക്കമില്ലാത്തവർക്ക് ഉറക്കമൊക്കെ കിട്ടും കേട്ടോ. രാത്രി ഉറക്കമില്ലാതെ ഇരിക്കുന്നവരൊക്കെ ഈ പാക്കും കാര്യങ്ങളൊക്കെ തേക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഉറക്കമൊക്കെ വരും കേട്ടോ. നല്ല എക്സലൻ്റ് ആണ് മുടിക്കും നമുക്കും നമ്മളുടെ ശരീരത്തിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള പാക്കാണിത് കേട്ടോ. അപ്പോൾ ഇത് ആരും വിട്ടുകളയരുത് കേട്ടോ. സൂപ്പറാണ് ഇത്. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ പാക്ക് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ സന്തോഷമായിട്ടിരിക്കുക. പറഞ്ഞ പോലെ മുടി ശ്രദ്ധിക്കുക, വെള്ളം കുടിക്കുക. പിന്നെ ഞാൻ ഈ നമ്മുടെ കോമ്പ് വെച്ചിട്ട് മസാജ് ചെയ്യണത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്ട്. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്യുക കേട്ടോ. പറ്റുമെങ്കിൽ രാവിലെയും പിന്നെ രാത്രിയും നമ്മൾ മുടി വെളുത്തുന്നതിന് മുമ്പ് മുടി ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ഇവിടെ നീ കോമ്പ് ചെയ്ത് സ്കാൽപ്പ് മുഴുവനും ആ കോമ്പിൻ്റെ പല്ല് വെച്ചിട്ട് നമ്മൾ മസാജ് ചെയ്യുന്ന പോലെ ഉണ്ടാവും. അപ്പം മുടിയൊക്കെ വളരും കേട്ടോ. അടഞ്ഞിരിക്കുന്ന ഫോളിക്കിൾസ് ഒക്കെ ആണെങ്കിൽ അത് ഓപ്പൺ ആവും കേട്ടോ. അപ്പം നല്ല റിസൾട്ടാണ്. അതും ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പരീക്ഷിച്ച ആൾക്കാരുണ്ട്, അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 2 നേരം ഒരു 5 മിനിറ്റ് മതി കേട്ടോ. ഹെയറിൽ മസാജ് ചെയ്യുന്ന പോലെ ഇരിക്കും ഈ കോമ്പ് വെച്ചിട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ സന്തോഷം ആയിരിക്കുക എല്ലാവരും. വളരെയധികം സപ്പോർട്ട് ചെയ്തതിന് വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. നാളെ നല്ലൊരു പാക്കുമായിട്ട് കാണാം.